ആഗോള വിപണികൾ ആശങ്കയോടെ ഉറ്റുനോക്കുന്ന വ്യാപാര യുദ്ധത്തിന് തിരികൊളുത്തുന്ന നീക്കങ്ങളുമായി ലോകത്തെ വൻ സാമ്പത്തിക ശക്തികളായ ചൈനയും അമേരിക്കയും രംഗത്തെത്തി. ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ അധിക തീരുവ 20% ഉയർത്തിയതിന് പിന്നാലെ തിരിച്ചടി നീക്കവുമായി ചൈനയും കളത്തിലിറങ്ങിയതോടെയാണ് ആഗോള വിപണികളിലും ആകാംക്ഷ വർദ്ധിക്കുന്നത്. US പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ തന്നെ ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 10% അധിക തീരുവ ചുമത്താനുള്ള ഉത്തരവിൽ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെച്ചിരുന്നു. ഇതിനുശേഷം മാർച്ച് 3-ന് നേരത്തെ ചുമത്തിയതിന് പുറമെ 10% കൂടി ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കാൻ ട്രംപ് ഭരണകൂടം തീരുമാനമെടുത്തു. ഇതോടെ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന നിശ്ചിത ഉൽപ്പന്നങ്ങളുടെ തീരുവ 20% ഉയർന്നു. ഇതിന് മറുപടി എന്ന നിലയിലാണ് US നിന്നും ഇറക്കുമതി ചെയ്യുന്ന വിവിധ ഉൽപ്പന്നങ്ങൾക്ക് ചൈനയും ഇപ്പോൾ തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കയിൽ നിന്നുള്ള കോഴിയിറച്ചി ഉൾപ്പെടെയുള്ള ചില ഉൽപ്പന്നങ്ങൾക്ക് 15%, സോയാബീൻസ് ഉൾപ്പെടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങൾക്ക് 10%, അധിക ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച തീരുമാനം ചൈനയുടെ ധനകാര്യ മന്ത്രാലയമാണ് പ്രഖ്യാപിച്ചത്. കൂടാതെ 15 US കമ്പനികളെ വിശ്വാസയോഗ്യമല്ലാത്ത സ്ഥാപനങ്ങളുടെ പട്ടികയിലും ചൈനീസ് ഭരണകൂടം ഉൾപ്പെടുത്തി. ഇതോടെ ഈ US കമ്പനികൾക്ക് ചൈനയിലേക്ക് ഇറക്കുമതി കയറ്റുമതി പ്രവർത്തനങ്ങളിൽ ഇനി ഏർപ്പെടാനാകില്ല. അതുപോലെ ചൈനയിലെ നിക്ഷേപങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തി. കൂടുതലും പ്രതിരോധ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന US കമ്പനികൾക്കാണ് നിയന്ത്രണം ബാധകമായിട്ടുള്ളത്. അതേസമയം ഈ തീരുമാനങ്ങളെല്ലാം മാർച്ച് 10 മുതൽ പ്രാബല്യത്തിലാകുമെന്നും ചൈന വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിയിറച്ചി, ഗോതമ്പ്, ധാന്യം, പരുത്തി എന്നിവയ്ക്ക് അധിക ഇറക്കുമതി ചുങ്കം 15% വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ചോളം, സോയാബീൻസ്, പന്നിയിറച്ചി, പോത്തിറച്ചി, സമുദ്ര ഭക്ഷ്യവസ്തുക്കൾ, പഴം, പച്ചക്കറി, ക്ഷീരോൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് അധിക ഇറക്കുമതി ചുങ്കം 10% വർദ്ധിപ്പിച്ചു. അമേരിക്കയുമായി ഏറ്റവും അധികം വ്യാപാര ബന്ധമുള്ള 3 രാജ്യങ്ങളുടെയും ഉൽപ്പന്നങ്ങൾക്ക് ഏകപക്ഷീയമായാണ് അധിക ഇറക്കുമതി ചുങ്കം ചുമത്തിയത്. ലോക വ്യാപാര സംഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടികൾ. മാർച്ച് 4 മുതൽ മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളുടെ അധിക തീരുവ 25%, ചൈനയുടെ ഉൽപ്പന്നങ്ങളുടെ അധിക തീരുവ 20% വർദ്ധിച്ചു. ഇതിനോട് 3 രാജ്യങ്ങളും പ്രതികാര നടപടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചൈന ഒരു തരത്തിലും അനുനയ ചർച്ചകൾക്ക് മുതിരാതെയാണ് USന് മറുപടി നൽകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഇനിയും രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തീരുവ ചുമത്തൽ മത്സരം വർദ്ധിച്ചാൽ ക്രമേണ ഉൽപ്പന്ന വിതരണ ശൃംഖലയെയും അത് താറുമാറാക്കാം. എങ്കിൽ ആഗോളതലത്തിൽ മയപ്പെട്ടു വരുന്ന പണപ്പെരുപ്പത്തെ വീണ്ടും ആളിക്കത്തിക്കാൻ ഇടയാക്കുന്ന നീക്കമാകും ഇത്. ലോക സമ്പദ്ഘടനയ്ക്ക് ഗുണകരമല്ല. ഇത്തരം സ്ഥിതിവിശേഷം സംജാതമായാൽ അത് ആഗോള ഓഹരി വിപണികളിലും തിരിച്ചടി രൂക്ഷമാക്കും.